കേരളത്തിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ ദൂരത്തിലായി അറബിക്കടലിൽ ചിതറിക്കിടക്കുന്ന 30ഓളം ദ്വീപുകളാണ് ലക്ഷദ്വീപ്. യാത്രയെ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളിയും ഒരിക്കലെങ്കിലും പോകാൻ കൊതിക്കുന്ന ഇടം. ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്തതിൻ്റെ നിരവധി യാത്രാ വിവരണങ്ങൾ ലഭിക്കും. എന്നാൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകത്തിന്റെ പ്രത്യേകത ഒരു ലക്ഷദ്വീപുകാരൻ തന്നെ ദ്വീപ് അനുഭവങ്ങൾ പങ്കുവെക്കുന്നു എന്നതാണ്. ലക്ഷദ്വീപിലെ തന്നെ ആദ്യത്തെ മലയാള നോവലിസ്റ്റായ ഗ്രന്ഥകാരൻ, അദ്ദേഹത്തിന്റെ പേര് ഇസ്മത്ത് ഹുസൈൻ എന്നാണ്. ലക്ഷദ്വീപിലെ കിൽത്താർ ദ്വീപിലാണ് ഹുസൈൻ ജനിച്ചത്. ദ്വീപ് അനുഭവങ്ങളും ജീവിതവും വളരെ സുന്ദരമായി തന്നെ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നു. അതിൽ പ്രധാനം ദ്വീപുമായി ബന്ധപ്പെട്ട കഥകളാണ്. അത്തരം കഥകളിലൊന്ന് പറവ മത്സ്യം പിടിക്കാൻ പോയ മുഹമ്മദിന്റെ കഥയാണ്. കവരത്തി ദ്വീപിലെ മുഹമ്മദ് മീൻ ഭ്രാന്തുള്ള ഒരു മുക്കുവനാണ്. കുഞ്ഞു തോണിയിൽ തനിച്ചാണ് മിക്കപ്പോഴും കടലിലേക്ക് പോവുക. ആകാശത്തിന് ചുവട്ടിൽ കടലിന്റെ വന്യമായ ഏകാന്തതയിൽ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ചൂണ്ടയുടെ ഒരറ്റം പിടിച്ച് തനിച്ചിരിക്കുന്നതിന്റെ ഒരു സുഖം അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ചൂണ്ടയുടെ അറ്റത്തിന്റെ കുളത്തിൽ ഇരയും കടിച്ചുകൊണ്ട് പായുന്ന മീനുകൾ ഉള്ളിൽ ആവേശത്തിന്റെ തിരയിളക്കം തീർക്കും. പെട്ടെന്ന് ഏകാഗ്രതയിലേക്ക് ഉണരുന്ന മനസ്സ് മീനുമായി പിടിവലി നടത്തി ഒടുവിൽ അതിനെ തോണിയിൽ കയറ്റുന്നതുവരെ അനുഭവിക്കുന്ന വേട്ടക്കാരന്റെ പോരാട്ട നിമിഷങ്ങൾ വീണ്ടും വീണ്ടും കടലിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. 1958 നവംബർ മാസം മുഹമ്മദ് തോണി ഇറക്കിയത് പറവ മത്സ്യത്തെ പിടിക്കാനാണ്. കടൽപ്പരപ്പിനോട് ചിറക് വിരിച്ച് പറക്കുന്ന പറവ മീനുകൾ മുളകിൽ പാകം ചെയ്താൽ ബഹുരുചിയാണ്. കടലിൽ ഇരയായി കോർക്കാൻ കരിക്കിന്റെ കഷ്ണങ്ങളാണ് ഇടുന്നത്. വെളിച്ചം വീഴുന്നതിന് മുമ്പായി തോണി ഇറക്കി ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചു വരികയാണ് പതിവ്. പുറംകടലിലെത്തിയപ്പോഴേക്കും പറവ മത്സ്യങ്ങൾ പറക്കുന്നത് ദൃശ്യമായി. ഇളനീർ കുടിച്ച് അതിന്റെ കഷ്ണങ്ങൾ ഇരയാക്കി മുറിച്ച് ഓരോന്നായി പറവ മത്സ്യങ്ങളെ തോണിയിലേക്ക് പിടിക്കാൻ തുടങ്ങി. വെയിലിന് ചൂട് പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആവശ്യത്തിന് മീൻ കിട്ടിയിരുന്നു. തോണി തിരികെ തുഴയാൻ തുടങ്ങി. പെട്ടെന്നാണ് ദ്വീപിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശി തുടങ്ങിയത്. ആകാശത്തിൽ കാർമേഘം കറുത്തിരുണ്ടു. മഴ പെയ്തു തുടങ്ങിയതോടെ കടലിന്റെ ഭാവം ആകെ മാറി. 3-4 തോണി നാട്ടിലേക്ക് തുഴയുന്നുണ്ടായിരുന്നു. കുഞ്ഞു തോണിയായതിനാൽ ഏത് നിമിഷവും അറിയുമെന്ന് തോന്നിയിരുന്നു. മഴ കനത്തു. ഭീകരമായ തലയുയർത്തുന്ന കടൽ. പെട്ടെന്നൊരു ഭീമൻ തിര തോണിയെ മറിച്ചിട്ടു. നിമിഷത്തിനുള്ളിൽ മുഹമ്മദ് കടലിലേക്ക് മുങ്ങി നിവർന്നു. കിട്ടിയ മീനുകളും ചൂണ്ടയും എല്ലാം കടലിലേക്ക് താഴ്ന്നു. എത്ര ശ്രമിച്ചിട്ടും തോണി നിവർത്തുവാൻ കഴിയുന്നില്ല. കുറെ നേരം തോണിയിൽ പിടിച്ച് തൂങ്ങിക്കിടന്നു. ഒടുവിൽ ശ്രമം ഒരുവിധം വിജയിച്ചു. തോണി നേരെ മറിച്ചിട്ടു. വെള്ളം നിറഞ്ഞ തോണിയിലേക്ക് കയറിയിരുന്നു. കടലിൽ ഒഴുകിയ തുഴ ഒരുവിധം പിടിച്ചെടുത്തു. കടൽ നിരപ്പിൽ ആണ്ടുകിടക്കുന്ന തോണിയിൽ നിന്നും വെള്ളം കോരിക്കളയാൻ ഒരു വഴിയുമില്ല. ഒരു തണ്ടിൽ ഉടുത്ത തുണി കെട്ടി ഉയർത്തിപ്പിടിച്ചു. ആരെങ്കിലും കണ്ട് അടുത്തേക്ക് വരുന്നെങ്കിലോ? നേരം രാത്രിയായി. തെക്ക് കിഴക്കാണ് കടലൊഴുക്ക്. ഒഴുക്കിന് തോണിയെ വിട്ടുകൊണ്ട് ഇരിക്കാനല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇരുളിൽ കവരത്തിയിലെ വിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങി. പെട്ടെന്നൊരു കപ്പലിന്റെ ഇരമ്പൽ. മുഹമ്മദ് പേടിയോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഇരുളിൽ കപ്പൽ വന്ന് തോണിയിലിടിച്ചാൽ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ മറ്റൊന്നും വേണ്ട. കപ്പലിലുള്ളവർ തന്നെ കണ്ടാൽ രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. കപ്പൽ വെള്ളം ചീറ്റിത്തെറിപ്പിച്ച് കാണുന്ന അകലത്തിലൂടെ ചീറിപ്പാഞ്ഞുപോയി. അതൊരു എണ്ണക്കപ്പലായിരുന്നു. കപ്പലിന്റെ ഓളത്തിൽ തോണി ഇളകിക്കൊണ്ടിരുന്നു. മുഹമ്മദ് കവരത്തി ലക്ഷ്യമാക്കി തുഴയുന്നുണ്ട്. വെള്ളം കയറി ജലനിരപ്പായി കിടക്കുന്ന തോണി മെല്ലെയാണ് നീങ്ങുന്നത്. കടൽ കാലിട്ടിരിക്കുന്നത് കൊണ്ട് മസിലുകൾ കോച്ചി പിടിച്ചിരുന്നു. അയാൾ പ്രതീക്ഷയോടെ വിളക്കുകൾ കണ്ടു ചിമ്മുന്ന ദ്വീപിലേക്ക് നോക്കിയിരുന്നു. കവരത്തിയിൽ നിന്നും മുഹമ്മദിനെ തിരക്കി തോണികൾ ഇറങ്ങി. ജലനിരപ്പിൽ എവിടെയും അവർ മുഹമ്മദിനെ കണ്ടില്ല. കടൽപ്പരപ്പിൽ ആണ്ടുകിടക്കുന്ന ആ തോണി പെട്ടെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. തന്നെ തേടി പുറപ്പെട്ട തോണിക്കാരെ മുഹമ്മദ് കാണുന്നുണ്ട്. എത്ര കൂകി വിളിക്കാൻ ശ്രമിച്ചിട്ടും തോണിക്കാരുടെ ശ്രദ്ധയിൽപ്പെടാൻ കഴിഞ്ഞില്ല. തോണികൾ തിരിച്ചു പോകുന്നത് നിസ്സഹായതയോടെ അയാൾ നോക്കി നിന്നു. പകൽ വന്നു. അപ്പോഴും കവരത്തി ദൂരെ കാണുന്നുണ്ട്. ഒന്നും ചെയ്യാനാവാതെ കടലിൽ നോക്കിയിരുന്നു. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇത് ഉപ്പ് നിറഞ്ഞ കടലാണ്. എങ്കിലും കടൽ വെള്ളം കോരി കുടിച്ചു. ദാഹം ഇരട്ടിച്ചു വന്നു. രാത്രിയായി. വീണ്ടും പകൽ വന്നു. ചുറ്റും നീണ്ടു കിടക്കുന്ന കടൽ മാത്രം. ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ അയാൾ കടലിലേക്ക് നോക്കിയിരുന്നു. ശരീരമാസകലം ക്ഷീണിച്ച് തളർന്നിരിക്കുന്നു. ഉറക്കം കൺപോളകളെ തഴുവുകയാണ്. കണ്ണ് തുറക്കാനാവാതെ ഉറക്കത്തിലേക്ക് രാത്രി വന്നതും പകൽ വന്നതും ഒന്നും മുഹമ്മദ് അറിഞ്ഞില്ല. കണ്ണു തുറന്നപ്പോൾ കുറെ ദ്വീപുകളുള്ള കടലിലായിരുന്നു. എങ്ങനെയോ രക്ഷപ്പെട്ടിരിക്കുന്നു. കൽപ്പേനി ദ്വീപായിരുന്നു. കവരത്തിയിൽ നിന്നും കിഴക്ക് തെക്കായി 110 കിലോമീറ്ററോളം ദൂരം. ആവേശത്തോടെ തുഴഞ്ഞ് കരക്കെത്താനുള്ള ശ്രമങ്ങൾ വിഫലമായി. കൈയും കാലും ആകെ തളർന്നു പോയിരിക്കുന്നു. കുറെ നേരം ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരുന്നു. വേലിയേറ്റം വന്നപ്പോൾ തോണിയുടെ അണിയം ഉയർന്നു വന്ന ഒരു തിരയിലേക്ക് തിരിച്ചു വെച്ചു. തോണിയിൽ നിന്നും മുഹമ്മദ് തെറിച്ചു വീണു. എങ്ങനെയോ നീന്തി ഒരുവിധം കരയിലെത്തി. കര ചവിട്ടിയപ്പോൾ മേലാസകലം കോരിത്തരിപ്പ് പാഞ്ഞു.
ശരീരം നേരെ നിൽക്കുന്നില്ല, കൈകാലുകൾ നിവരുന്നില്ല. 4 നാൾ ഒരേ ഇരിപ്പിരുന്നതാണ്. കരയിൽ കുറെ ആളുകൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ നിരങ്ങി നിരങ്ങി അവരുടെ അടുത്തേക്ക് നീങ്ങി. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ പേടിച്ചുപോയി. ഒരു രൂപം 4 കാലിൽ ഇഴഞ്ഞു വരുന്നു. തിരിച്ചു പിടിച്ച ജീവിതവുമായി കുറച്ചു ദിവസത്തെ വിശ്രമത്തിന് ശേഷം സ്വന്തം ദ്വീപിലേക്ക് മുഹമ്മദ് തിരിച്ചെത്തി. ഇത്തരം നിരന്തരമായ അതിജീവനങ്ങളുടെ ചരിത്രം കൂടിയാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ജീവിതവും കേട്ട കഥകളുമൊക്കെ ഇസ്മത്ത് ഹുസൈനെ ഒരു എഴുത്തുകാരനാക്കി തീർത്തു. അത്തരത്തിൽ ദ്വീപനുഭവങ്ങളെ അക്ഷരങ്ങളിലൂടെ പകർത്തിവെച്ച പുസ്തകമാണ് തിന്നിണ്ട മലയാളം എന്നത്. നിങ്ങളുടെ വായനയിലേക്ക് ഈ പുസ്തകം ഇടം പിടിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു പുസ്തക വിശേഷവുമായി വീണ്ടും കാണാം.